നമസ്കാരം. ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന വൻ ശക്തികളാണ് അമേരിക്കയും ചൈനയും. ഷീ ജിൻപിങ്ങിന്റെ ഭരണത്തിൽ ചൈന എല്ലാ മേഖലയിലും കുതിച്ചു കയറുകയാണ്. ഇതോടെ ചൈന സാമ്രാജ്യത്വ വിപുലീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈനയെ എല്ലാ അർത്ഥത്തിലും പിടിച്ചുകെട്ടുക, അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ് അമേരിക്ക ഏതു കാലത്തും സ്വീകരിച്ചു വരുന്ന ഒരു നയം. അമേരിക്കയുമായുള്ള കടുത്ത മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളെ നോക്കിക്കാണുന്ന ബീജിംഗ് ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം തേടുന്നതോടൊപ്പം തന്നെ യൂറോപ്പുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചൈനയ്ക്ക് ഇരുട്ടടിയായി ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതനുസരിച്ച് മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തും. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന എല്ലാ മെക്സിക്കൻ, കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും അധിക താരിഫ് ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ജനുവരി 20 ട്രംപ് ഒപ്പിടുമെന്നാണ് പ്രഖ്യാപനം. ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ചുമത്തുന്നതിന് പിന്നിൽ അതിർത്തി സുരക്ഷയും മയക്കുമരുന്ന് നിയന്ത്രണവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ട്രംപിന്റെ വാദം. ഫെന്റനൈൻ പോലുള്ള മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റവും തടയുന്നതുവരെ ഈ തീരുവ നീക്കം ചെയ്യില്ലെന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള നിലവിലെ നികുതിക്ക് പുറമെ 10% അധിക നികുതി കൂടി ഏർപ്പെടുത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട്. അമേരിക്കയിലേക്ക് ചൈന മയക്കുമരുന്ന് അയക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ അധിക നികുതിക്ക് പിന്നിലെന്നാണ് ട്രംപിന്റെ ഭാഷ്യം. വൻതോതിലുള്ള മയക്കുമരുന്ന്, പ്രത്യേകിച്ച് ഫെന്റനൈൻ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നതിൽ ചൈനയുമായി നിരവധി ചർച്ചകൾ മുമ്പ് നടത്തിയിട്ടുണ്ടെന്നും പക്ഷേ അതൊന്നും ഫലം കണ്ടില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. മയക്കുമരുന്ന് അയക്കുന്നത് നിർത്തുന്നത് വരെ ചൈനയിൽ നിന്ന് 10% അധിക താരിഫ് ഈടാക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് കർശനമായി ചൈനയോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ അധിക നികുതി ചുമത്തൽ കാരണം മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങളുടെ വ്യാപാരത്തിൽ വലിയ ആഘാതം നേരിടും. ഇത് വാണിജ്യ ബന്ധങ്ങളെ പരോക്ഷമായി ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോടെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നാഫ്റ്റ, USMCA കരാറുമായി ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അമേരിക്ക ഈ 3 രാജ്യങ്ങളിൽ ചുമത്തിയ അധിക തീരുവകൾ രാജ്യാന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാക്കാൻ ഇടയാക്കും, പ്രത്യേകിച്ച് മെക്സിക്കൻ, കനേഡിയൻ, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക്. എന്നാൽ ജോ ബൈഡനും ഷീ ജിൻപിങ്ങും തമ്മിൽ കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയതിനെ തുടർന്നാണ് മയക്കുമരുന്ന് കടത്ത് തടയാൻ ചൈന നടപടികൾ സ്വീകരിച്ചതെന്ന് ചൈനീസ് എംബസി വക്താവ് ലിയു പെൻക്യു പറയുന്നുണ്ട്. ട്രംപ് വീണ്ടും അന്താരാഷ്ട്ര നയത്തിലും ആഭ്യന്തര സാമ്പത്തിക വിഷയങ്ങളിലും തന്റെ കഠിന നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ നികുതി ചുമത്തൽ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത്. അതേസമയം മെക്സിക്കോയും കാനഡയും അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ചൈനയുടെ ഏറ്റവും പ്രിയങ്കരമായ രാഷ്ട്ര വ്യാപാര നില അവസാനിപ്പിക്കണമെന്നും ചൈനീസ് ഇറക്കുമതിക്ക് 60%-ലധികം താരിഫ് ചുമത്തുമെന്നും ട്രംപ് മുമ്പ് പ്രതിജ്ഞയെടുത്തിരുന്നു. ട്രംപ് തന്റെ ആദ്യ ടേമിൽ ചൈനയുടെ മേൽ ചുമത്തിയതിനേക്കാൾ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ താരിഫ്. രാജ്യത്തിന്റെ ദീർഘകാല മാന്ദ്യം, കടബാധ്യതകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ഈ പ്രസ്താവന ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്ന് സംശയമില്ല. ചൈനയെ സംബന്ധിച്ച് ട്രംപിന്റെ തീരുമാനങ്ങൾ വലിയ തിരിച്ചടി തന്നെയാണ്. അധികാരത്തിൽ എത്തും മുമ്പേ നികുതി വർധന പ്രഖ്യാപിച്ചതോടെ ഇനി മുന്നോട്ട് ചൈനയെ ലാക്കാക്കിയുള്ള ട്രംപിന്റെ നയങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ആഗോള ശക്തിയായുള്ള ചൈനയുടെ മുന്നേറ്റത്തെ തടയുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ആത്യന്തിക ലക്ഷ്യം.